യേമനിൽ ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് ചെയ്ത ആക്രമണത്തിൽ ഹൂത്തീസിന്റെ കപ്പാസിറ്റി 70% കുറഞ്ഞിട്ടുണ്ട്. ഹുദൈദ പോർട്ടിലും സനയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അവർ ട്രാൻസ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളുമായി പാർട്ട്ണർ കൺട്രീസുമായി കയറ്റുമതി ഇറക്കുമതി ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം എല്ലാം 70% വരെയും നഷ്ടപ്പെട്ടതായി ഒരു വിവരം പുറത്തുവന്നു. ഏകദേശം 9 പേർ മരിച്ചതിനു ശേഷം ഇസ്രായേൽ ഇതുവരെയും യേമനിൽ ചെയ്തതിൽ വെച്ച് വളരെ തീവ്രമായ ഒരു ഇന്റൻസിഫൈഡ് അറ്റാക്കായി ഇത് മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഇസ്രായേൽ അങ്ങനെ ആക്രമിച്ചുവെന്നുണ്ടെങ്കിൽ ഹൂത്തികൾ ഇതിന് പുറകിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമല്ലോ. അത് എന്താണ് എന്ന് തിരയുമ്പോഴാണ് വീണ്ടും 2 തവണയോളം അവരുടെ ഹൈപ്പർസോണിക് മിസൈൽസ് എന്ന് പറയുന്ന ഫലസ്തീൻ 2 ഇസ്രായേലിലേക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാര്യമായ നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. യേമനിലുള്ള ഹൂത്തികൾ എന്നാണോ ഗാസ വേഴ്സസ് ഇസ്രായേൽ പ്രശ്നം ആരംഭിച്ചത്, അതും ഒക്ടോബർ 7 മുതൽ ചെങ്കടൽ പ്രദേശത്ത് ഗാസയ്ക്ക് അനുകൂലമായും പാലസ്തീനർക്ക് അനുകൂലമായും നേരിട്ട് ഹൂത്തികൾ അവിടെ യുദ്ധം ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ എതിർത്ത് ആക്രമിക്കുക, ചില സമയങ്ങളിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിക്കുക, ഡെസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുക, ഇങ്ങനെ ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണോ അവിടെ സംഭവിക്കുന്നത്. പ്രധാനമായും കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് റൂട്ട്സ്, ഇസ്രായേലിന് ആവശ്യമായ സഹായം, ഓയിൽ, അവർക്ക് ആവശ്യമായ ആയുധ സഹായം, ഇവയെല്ലാം ചെങ്കടൽ പ്രദേശത്തുകൂടെ പോകുമ്പോൾ അവയെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇവർ വഹിക്കുന്നു. ഇങ്ങനെ മാത്രമാണോ അവർ സഹായിക്കുന്നത്? ഇതിനപ്പുറം മറ്റെന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഏകദേശം ഇതുവരെയും 13 തവണയോളം വലിയ എസ്കലേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് ഹൂത്തികൾ കാരണം ഇതിനു മുൻപ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന് ഇവർ ആക്രമിക്കുന്നത് ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് UAV, ഈ ഡ്രോൺസ് ഉപയോഗിച്ചും ചില സമയങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചും ഇസ്രായേലിനെ ആക്രമിക്കാൻ ആക്രമിച്ചിട്ടും ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട എസ്കലേഷൻ എന്ന് പറയപ്പെടുന്നത് സെപ്റ്റംബർ മാസം സംഭവിച്ചതാണ്. ആദ്യം ജൂലൈ മാസത്തിൽ ഒരു എസ്കലേഷൻ നടന്നു, പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ. ഈ സെപ്റ്റംബറിൽ നേരിട്ട് സെൻട്രൽ ഇസ്രായേലിലേക്ക് തന്നെ, ടെൽ അവീവിലേക്ക് തന്നെ ഇവരുടെ ഒരു മിസൈൽ വീണു. അതിൽ ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു റിട്ടാലിയേഷൻ ഇസ്രായേൽ നടത്തി. അത് ജൂലൈ മാസത്തിൽ നൽകിയ റിട്ടാലിയേഷൻ ഒക്കെ വളരെ വലിയ രീതിയിലായിരുന്നു. ഹൂത്തീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഹുഡൈഡ പോർട്ടും അത് പൂർണ്ണമായും കത്തി നശിച്ചുവെന്ന് ഇസ്രായേൽ ഒരു വാർത്ത കൊടുത്തു. പിന്നീട് വന്ന വാർത്തയിൽ അവിടെയുള്ള ലിഫ്റ്റിംഗ് ക്രെയിൻ, അതായത് തുറമുഖത്തെ ചരക്കുകൾ കയറ്റാനും ഇറക്കാനും ലിഫ്റ്റിംഗ് ക്രെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കണ്ടെയ്നേഴ്സിനെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ ആ ക്രെയിൻസ് മുഴുവനും ഡാമേജ് ആയി. എന്നാൽ നവംബർ മാസത്തിലും ഡിസംബറിന്റെ ഈ ഒരു പകുതിയോളം ഹൂത്തീസിനും ഇസ്രായേലിനും ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിനു ശേഷം വലിയ എസ്കലേഷൻ ഈ 2 വിഭാഗത്തിനും ഇടയിൽ ഉണ്ടായിട്ടില്ല. കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ്, ഡ്രോൺ ലോഞ്ച്, ഇവയൊന്നും ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഏതൊരു സ്ഥലത്തും റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ഇവയെല്ലാം കഴിഞ്ഞ 4 ദിവസമായി മാറാൻ തുടങ്ങി. 2 ദിവസത്തിന് മുൻപ് ആദ്യമായി, അതായത് 40 ദിവസത്തിന് ശേഷം ഹൂത്തികളുടെ ഒരു ഡ്രോൺ ഇസ്രായേലിന്റെ എയർ സ്പേസിനെ ബ്രീച്ച് ചെയ്യുന്നു. ഇങ്ങനെ ബ്രീച്ച് ചെയ്തതിനു ശേഷം അവർ പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേലിന്റെ വ്യോമസേന വിമാനങ്ങൾ ആ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തി. അടുത്ത 3 മണിക്കൂറിൽ തന്നെ ഹൂത്തീസിന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ എയർ സ്പേസിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എയർ സ്പേസിനുള്ളിൽ എന്ററായി അടുത്ത ചില സെക്കൻഡിൽ തന്നെ അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. എയറോ മിസൈൽ സിസ്റ്റംസ് അതിനെ വെടിവെച്ച് വീഴ്ത്തിയതായി ഇസ്രായേൽ ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. എന്നാൽ അതിനടുത്ത് വീണ്ടും ഒരു പ്രധാനപ്പെട്ട എസ്കലേഷൻ ഒരു ദിവസം മുൻപ് സംഭവിച്ചു. ഫലസ്തീൻ 2 എന്ന് പറയുന്ന ഹൂത്തീസിന്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഇസ്രായേലിനെ നോക്കി ഫയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫയർ ചെയ്തത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്തതായി ഇസ്രായേലും ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. IDFും പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല. റമാൻ പ്രദേശത്ത് ഈ മിസൈലിന്റെ സ്പെയർ പാർട്സ് വീണു എന്ന് ഇസ്രായേൽ പറഞ്ഞു. പക്ഷെ അവിടെ സംഭവിച്ച ഇമ്പാക്ട് നോക്കുമ്പോൾ സ്പെയർ പാർട്സോ അതിന്റെ ബൂസ്റ്റർ വീണതുപോലെയോ അല്ല തോന്നുന്നത്. മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ചതുപോലെയാണ് തോന്നുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ വീണതിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. രാത്രി സമയത്ത് അവിടെ വീണ് പൊട്ടിത്തെറിച്ചതുകൊണ്ട് തന്നെ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 1-2 സെക്യൂരിറ്റീസിന് പരിക്ക് സംഭവിച്ചതായി പറയുന്നു. അതിനപ്പുറം വലിയ രീതിയിൽ മറ്റൊന്നും സംഭവിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ഇതിന് തിരിച്ചടിച്ച രീതി വളരെ മോശമായിരുന്നു. ഹൂത്തീസിന്റെ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, സനയ്ക്കടുത്തുള്ള ഹുഡൈഡ പോർട്ട്, അതുപോലെ റസ് ഇസ പോർട്ട്, ഇവിടങ്ങളിലും ഹെവി ഏരിയൽ അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇതിന് F-16 വിമാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പറയുന്നത്. ഈ 3 സ്ഥലങ്ങളിലുണ്ടായ ആക്രമണത്തിൽ വളരെ മോശമായ രീതിയിൽ ബാധിക്കപ്പെട്ടത് എഡേഡ പോർട്ടും സനയ്ക്കടുത്തുള്ള ആ ഒരു പവർ പ്ലാന്റുമാണ്. ഈ പവർ പ്ലാന്റിന് ചില നാശനഷ്ടങ്ങൾ മാത്രമാണോ സംഭവിച്ചത്, പൂർണ്ണമായും കത്തി നശിച്ചോ എന്നൊന്നും അറിയില്ല. തുടക്കത്തിൽ അവിടെയുള്ള തീ അണയ്ക്കാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് സാധിച്ചില്ല. ഇങ്ങനെ നിർത്താതെ തീ എരിയുന്നത് പവർ പ്ലാന്റിന്റെ അവസ്ഥയെ വീണ്ടും മോശമാക്കി. സനയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ 60% ജനങ്ങൾക്കും ഇപ്പോ ഇലക്ട്രിസിറ്റി ഇല്ല. അതും ഇസ്രായേലിന്റെ ഈ വ്യോമാക്രമണം നിർണായകമായ ഉറവിടങ്ങളെയാണ് ആക്രമിച്ചത്. പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിലെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ, ചില വെരിഫൈഡ് സോഴ്സസിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കാണുമ്പോഴും ആ സ്ഥലത്ത് ഒരു വലിയ പ്രശ്നം ഹെഡേഡ പോർട്ടിന് സംഭവിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇവയെല്ലാം പുനഃസൃഷ്ടിക്കാൻ ആരംഭിച്ചാലും 4-5 മാസമെങ്കിലും എടുക്കും. അവിടെ സിവിയറായ നാശനഷ്ടങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട്. 9 പേർ മരിച്ചിട്ടുണ്ട്. 4 പേർക്ക് പരിക്ക് സംഭവിച്ചുവെന്നും പറയുന്നു. ഇതിന് ഹൂതീസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? കൂടാതെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം വളരെ സെൻസിറ്റീവായി പറഞ്ഞു. ഇപ്പോ ഞങ്ങൾ ഹൂതീസിനെതിരെ കാണിച്ചിരിക്കുന്നത്, അവരുടെ പോർട്ടിനെ ആക്രമിച്ചിരിക്കുന്നത് വെറും ഒരു സാമ്പിൾ മാത്രമാണ്. ഇസ്രായേലിനെതിരെ അവരുടെ കൈകൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ ആ കൈകളെ ഞങ്ങൾ വെട്ടിമാറ്റും. ഇസ്രായേലിനെതിരെ ആരെല്ലാമാണോ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നത് അവരാരെയും ഞങ്ങൾ വെറുതെ വിടില്ല. തീർച്ചയായും അടുത്തത് ഹൂതീസിന്റെ നേതാക്കന്മാർ ഇതിന് മറുപടി പറയുമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെ എങ്ങനെയാണോ ഇസ്രായേൽ പ്രവർത്തിച്ചത്, അതുപോലെ ഹൂതീസിന്റെ നേതാക്കളെയും അവർ ലക്ഷ്യമിടാനുള്ള സാധ്യത അധികമായിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ഹൂതീസിന്റെ പ്രസ്താവന എന്തായിരിക്കും? അവരുടെ വക്താവ് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ 2 തവണ ഞങ്ങളുടെ ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് മിസൈലിനെ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടു. ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം കാരണം അതിനെ തടയാൻ കഴിഞ്ഞേയില്ല. ഇസ്രായേലിന്റെ മുഴുവൻ പ്രതിരോധത്തെയും തകർത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. തീർച്ചയായും ഇതിനൊരു പ്രതികരണം ഉണ്ടാകും. ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ദുഃഖിക്കും എന്ന ഒരു പ്രസ്താവന നൽകി. അപ്പോ ഇസ്രായേലിന്റെ ഒരു സ്കൂളിനെ ഹൂതീസ് ആക്രമിച്ചു. അതിന് ഇത്ര വലിയ റിവെഞ്ച് അവരെടുത്തു, ശരി. എന്നാൽ ഗാസയിൽ അത്രയും സ്കൂളുകളെ മുഴുവനായും നശിപ്പിച്ചു. പല സ്ഥലങ്ങളിൽ ഒരു ദിവസത്തിന് മുൻപ് പോലും ഒരു ഹോസ്പിറ്റലിൽ ICU വാർഡിലുള്ള പേഷ്യൻസിനെ എല്ലാം ഉടൻ തന്നെ അവിടെ നിന്നും ഒഴിപ്പിച്ചു. അതൊരു സേഫ് ഷിഫ്റ്റിംഗ് ഒന്നും അല്ലായിരുന്നു. വളരെ അടിയന്തരമായി അവരെ മാറ്റുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഒരു സ്ട്രൈക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ മരിച്ചിട്ടുമുണ്ട്. അപ്പോ ഇതിനെല്ലാം ആരാണ് ചോദ്യം ചെയ്യുക? ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ലേ? അപ്പോ ഇസ്രായേൽ ആക്രമിച്ചു, ഹൂതീസ് തിരികെ ആക്രമിക്കുന്നു. ഇതുപോലെ ഗാസയ്ക്കുള്ളിലും അത്ര വലിയ പ്രശ്നം സംഭവിക്കുന്നുണ്ടല്ലോ. അതിനെ അവസാനിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല? അങ്ങനെ ആരും ചെയ്യില്ല. ഇവിടെ മാധ്യമങ്ങളായാലും വാർ സംബന്ധിക്കുന്ന വാർത്തകൾ കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം. മുഴുവൻ ലോകത്തിന്റെ നിയന്ത്രണം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലാണുള്ളത്. അവർ വിചാരിക്കുന്നത് സംഭവിക്കും. അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന മാനസികാവസ്ഥയിലാണ് ഈ ലോകം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിൽ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ തടസ്സം പറയാൻ ഒന്നുമില്ല. അപ്പോ ഇവർക്ക് വരികയാണെങ്കിൽ മാത്രം അതൊരു പ്രശ്നം. അതേ കാര്യം മറ്റുള്ളവർക്ക് വരികയാണെങ്കിൽ പ്രശ്നമേ അല്ല. ഇസ്രായേലിന്റെ സ്കൂൾ ആക്രമിച്ചത് പ്രശ്നമാണെങ്കിൽ ഗാസയിൽ ഇപ്പൊ ഒന്നും തന്നെ ഇല്ലല്ലോ. മുഴുവനായും 45,000 പേരോളം മരിച്ചു എന്നതിനപ്പുറം ഇതിനുശേഷം അവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവന്നാലും ഗാസയെ റീബിൽഡ് ചെയ്യുന്നതിന് ഒരു 10-15 വർഷമെങ്കിലും എടുക്കും ഒരു പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ. അത്രയും വലിയ പ്രശ്നം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ തടയാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഹൂതീസിനും ഇസ്രായേലിനും ഇടയിൽ ഒരു പുതിയ എസ്കലേഷനായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതാണ് ഇസ്രായേലിനെ കുറിച്ച് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഒരുപക്ഷെ വീണ്ടും ഇവർക്കിടയിൽ ഒരു വലിയ പ്രശ്നം സംഭവിച്ചേക്കാം. എന്നാൽ ഇസ്രായേലിന്റെ എയർഫോഴ്സിനെ ഹൂതീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൂതീസിന്റെ പക്കൽ ഒരു വലിയ ആർസണൽ ഉണ്ട്. സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ സർഫസ് ടു സർഫസ് മിസൈൽ സിസ്റ്റം ഉണ്ട്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വ്യോമസേനയെ കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ അവരുടെ പക്കൽ ടെക്നോളജി ഉണ്ടോ എന്ന് അറിയില്ല. കാരണം അവരുടെ പക്കൽ ഒരുപാട് മിസൈൽ പവർ ഉണ്ട്. പക്ഷേ വിമാനങ്ങളെ തടയുന്നത് പോലുള്ള സാങ്കേതിക വിദ്യ അവരുടെ പക്കൽ അധികം ഇല്ല, നമുക്കറിയാവുന്നതുവരെയും. ഇങ്ങനെ ഒരു ഭാഗം പോകുമ്പോൾ റഷ്യയ്ക്കുള്ളിൽ അവരുടെ ഒരു ആനുവൽ സബ്മിറ്റ് പോലെ പത്രപ്രവർത്തകരുമായും ജേർണലിസ്റ്റുമായും പുടിൻ ഒരു Q&A സെക്ഷൻ കണ്ടക്ട് ചെയ്തു. അതിൽ പുടിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള പല ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം അവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിൽ പുടിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാമാണോ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അതിന് ഉത്തരം കിട്ടുന്നത് പോലുള്ള ചില അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായും അറിയാം. പ്രധാനമായും സെലൻസ്കിയെ നിങ്ങൾ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഉക്രൈന്റെ പ്രസിഡന്റ് അദ്ദേഹമാണ്. ആ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു ചോദ്യം ചോദിച്ചു. അതിന് പുടിൻ വളരെ ലളിതമായി പറഞ്ഞ മറുപടി ഇതാണ്: മാർഷ്യല്ല. ഇത് സൗത്ത് കൊറിയ വിഷയത്തിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അതായത് ഒരു രാഷ്ട്രീയത്തെ മാറ്റി അവിടെ സൈനികം ഭരണം നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മറികടന്ന് മറ്റുള്ളവർ അവിടെയുള്ള ഭരണത്തെ കയ്യിലെടുക്കുകയാണെങ്കിൽ അങ്ങനെ ടെമ്പററിയായി നടക്കുന്ന ഒന്നാണ് ഈ മാർഷ്യല്ല. അങ്ങനെയുള്ള ഒരു അടിയന്തരമായ സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റിനെ നടത്തണം എന്നുണ്ടെങ്കിൽ
മാർഷ്യൽ വൈസ് നോക്കിയാൽ പാർലമെന്റിന്റെ പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. സെലൻസ്കിയെ പോലുള്ള ഒരു പ്രസിഡന്റിന്റെ, ഒരു വ്യക്തിയുടെ അധികാരത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എക്സ്പയർഡ് പ്രസിഡന്റ് ആണ്, ഇലക്ഷൻസ് ഒന്നും നടത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാത്തത്. മറ്റാരെങ്കിലും ഒരാൾ പവറിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു അവസ്ഥ തീർച്ചയായും മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെയാണ്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ് കാണിക്കുന്നത്. ആർട്ടിക്കിൾ 356 അത് സ്റ്റേറ്റിന്റെ എമർജൻസിയാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഗവർണർ ഭരണം കൊണ്ടുവരാനായി അല്ലെങ്കിൽ പ്രസിഡന്റിനെ അകത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയും. അങ്ങനെ സ്റ്റേറ്റിൽ നടക്കുന്ന എമർജൻസിയെ കാണിക്കാനാണ് ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 360 ഫിനാൻസ് സംബന്ധിക്കുന്ന എമർജൻസി പീരീഡ് ആണ്. അപ്പോ ഇങ്ങനെ എക്സ്പയർ ആയ ഒരു പ്രസിഡന്റ് പാർലമെന്റിന്റെ പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പദവി എക്സ്പയർ ആയതിനു ശേഷവും പിന്നെ ഞങ്ങളെ കൊണ്ട് എങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് അവിടെ ചില വിവാദപരമായ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മുഴുവനായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.